രണ്ട് സംഖ്യകളുടെ ശരാശരി എ ബി. ഒരു സംഖ്യ എ ആണെങ്കിൽ മറ്റേ സംഖ്യ കാണുക. രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് എ ബി. അതിലത്തെ ഒരു നമ്പർ എ, മറ്റേ നമ്പറാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒന്നാം സംഖ്യ എ, ഒരു സംഖ്യ എ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നാം സംഖ്യ എ. മറ്റേ സംഖ്യ കാണുക, അപ്പോൾ മറ്റേ സംഖ്യ അറിയില്ല, അതായത് രണ്ടാം സംഖ്യ നമ്മൾ എക്സ് എന്നെടുത്തു. ഇനി ഫോർമുല എഴുതി, എന്താ? ശരാശരി സമം തുക ബൈ എണ്ണം, ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ. അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. അതെന്താ? തുക. തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടി, എയും എക്സും കൂട്ടി എ പ്ലസ് എക്സ് ബൈ എണ്ണം. എത്ര എണ്ണ? രണ്ടെണ്ണം. അപ്പോൾ എ പ്ലസ് എക്സ് ബൈ 2. ഇത് തുക ബൈ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരിയാണ്. ശരാശരി എത്രയേ? എ ബി. അപ്പോൾ സമം എ ബി എന്ന് എഴുതി. ഈ സമവാക്യത്തിൽ ഇടതുവശത്തുള്ള ബൈ 2 വലത്തോട്ട് കൊണ്ടുപോവുക. സമവാക്യത്തിൻ്റെ ഇടതുവശത്തുള്ള ബൈ 2 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എ പ്ലസ് എക്സ് സമം 2 ഇൻറ്റു എ ബി, അതായത് 2ab. ഇത് നമുക്ക് എക്സ് കാണണം അല്ലേ? എക്സ് കാണണം, കാരണം രണ്ടാം സംഖ്യയിലേ കാണണ്ടേ. അപ്പോൾ എക്സ് കാണണമെങ്കിൽ എക്സിൻ്റെ കൂടെ പോസിറ്റീവ് എ ഉണ്ട്, അത് വലത്തോട്ടെടുത്തു, സമത്തിൻ്റെ വലത്തോട്ടെടുത്തു. അപ്പോൾ എക്സ് സമം 2ab മൈനസ് എ. ഈ പോസിറ്റീവ് എ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് എ എന്നായി. ഇത് നമ്മൾക്ക് രണ്ട് പദങ്ങളാണ്, അവിടെ രണ്ട് ടേംസാണ്. ഇതിൽ രണ്ടിലും എ ഉണ്ട്, എ കോമൺ ആണ്. അത് കോമൺ ഫാക്ടറായിട്ട് എടുക്കുക, പൊതു ഘടകമായിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എ പോയാൽ ബാക്കി 2b. അപ്പോൾ എ ഇൻറ്റു ഇവിടെ 2b മൈനസ് ഇവിടെ എ കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എന്ത് എഴുതണം? 1 എന്ന് എഴുതണം. അപ്പോൾ ഉത്തരം, മറ്റേ സംഖ്യ കാണാൻ പറഞ്ഞിട്ട് ഉത്തരം എ ഇൻറ്റു 2b മൈനസ് 1.